ഇവിടെ ഉണ്ട്. എന്നാൽ ദൈവം അതിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുമ്പോൾ സ്റ്റോറേജ് കൂടും, സ്റ്റോറേജ് വർദ്ധിക്കും. ജ്ഞാനം കൊണ്ട് ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്യും. നിങ്ങളുടെ പഠനത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇതെവിടെ നിന്നാ വരുന്നതെന്നറിയാമോ? ടീച്ചേഴ്സിന് തരാൻ സാധ്യമല്ല. പേരൻസ് ആഗ്രഹിക്കും, പേരൻസിന് തരാൻ പറ്റത്തില്ല. എന്നാൽ ഇത് തരുന്ന നമ്മുടെ ദൈവം സ്വർഗ്ഗത്തിലുണ്ട്. ഇന്ന് രാത്രി ദൈവം അതുകൊണ്ട് നമ്മോട് ചോദിക്കുകയാണ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നിനക്ക് എന്താണ് വേണ്ടിയത്? എന്നോട് ചോദിച്ചു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. 2 Chronicles chapter 1 verse 7. അന്ന് രാത്രി ദൈവം സലോമോന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ നിനക്ക് എന്ത് തരണം ചോദിച്ചു കൊള്ളുക എന്ന് അരുളി ചെയ്തു. നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാം? എന്താണ് നിങ്ങളുടെ ആവശ്യം? ചോദിച്ചോളൂ. എത്ര കാഠിന്യമുള്ള വിഷയമായാലും നമുക്കാണത് പ്രയാസം, എന്നാൽ ദൈവത്താൽ എല്ലാം സാധ്യം. അപ്പൊ ഇന്ന് രാത്രി ദൈവം വ്യക്തിപരമായി നമ്മോട് ചോദിക്കുകയാണ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരാം? മുന്നോട്ട് പോകുന്നതിന് മുമ്പായി ഇന്ന് രാവിലെ ഞാൻ വായിച്ച ഒരു കഥ പറഞ്ഞാരംഭിക്കാം. മലയാള മനോരമയിലെ ശുഭ സന്ദേശം ആ കോളത്തിൽ വന്ന ഒരു കഥ. ഒരിടത്തൊരു രാജാവ് ഒരു വിളംബരം ചെയ്തു. രാജാവ് വിളംബരം ചെയ്തു. അടുത്ത ദിവസം കൊട്ടാരം തുറന്ന്, കൊട്ടാരത്തിന്റെ വാതിൽ രാജാവ് തുറന്ന് പ്രജകൾക്കെല്ലാം കടന്നു വരും. പ്രജകൾക്കെല്ലാം കടന്നു വന്ന് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ച് അവർ ഏത് വസ്തുവിൽ തൊട്ടാലും അത് അവരുടെ സ്വന്തമാകും. രാജാവിന്റെ വിളംബരം ഇതാണ്, അടുത്ത ദിവസം നാട്ടിലെ എല്ലാ പ്രജകൾക്കും കൊട്ടാരത്തിലേക്ക് വരാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. സ്വതന്ത്രമായിട്ട് ആരുടെയും കാവലില്ലാതെ സന്തോഷത്തോടെ കടന്നു വരാം. വന്നതിന് ശേഷം ഏതൊക്കെ സാധനങ്ങളാണോ അവർ തൊടുന്നത് അത് അവർക്ക് സ്വന്തമാക്കും. വിളംബരം കേട്ട ഉടനെ തന്നെ നാട്ടുകാരെല്ലാം ഓടിക്കൂടി, എല്ലാവരും വന്ന് തിക്കും തിരക്കുമായി. അടുത്ത പ്രഭാതത്തിൽ കൊട്ടാരത്തിന്റെ വാതിൽ തുറന്നു. ജനങ്ങളെല്ലാം അകത്തേക്ക് റഷ് ചെയ്തു. എല്ലാവരുടെയും ഉദ്ദേശം വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം കൈക്കലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ എല്ലാവരും കൊട്ടാരത്തിനകത്തേക്ക് റഷ് ചെയ്ത് റൂമിലെല്ലാം ആ രാജാവിന്റെ കൊട്ടാരത്തിലെല്ലാം അങ്ങോളം ഇങ്ങോളം നടന്ന് സ്വർണം തിരയാൻ തുടങ്ങി, വെള്ളി തിരയാൻ തുടങ്ങി, വിലപിടിപ്പുള്ള മറ്റ് ആഭരണങ്ങൾ തിരയാൻ തുടങ്ങി, രാജാവിന്റെ കസേര തിരയാൻ തുടങ്ങി, കട്ടിൽ തിരയാൻ തുടങ്ങി. അങ്ങനെ കൊട്ടാരത്തിൽ രാജാവിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അന്വേഷിച്ച് അതെല്ലാം പോയി തൊടാൻ തുടങ്ങി. അതെല്ലാം അവര് സ്വന്തമാക്കി കൊടുത്തു. എന്നാൽ ഇതിനിടയിൽ ഒരു മനുഷ്യൻ എല്ലാം തിക്കും തിരക്കും കൂട്ടി സാധനങ്ങളെല്ലാം സ്വന്തമാക്കുമ്പോ ഒരു വ്യക്തി സാവധാനത്തിൽ നടന്നു പോയി രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് രാജാവിനെ തൊട്ടു. മറ്റുള്ള എല്ലാവരും സാധനങ്ങളെ തൊട്ടു, കൈക്കലാക്കി, കാരണം തൊടുന്നതെല്ലാം അവർക്ക് സ്വന്തമാക്കാം. എന്നാൽ ഈ വ്യക്തി പോയി രാജാവിനെ തൊട്ടു. രാജാവിനുള്ള സ്വത്തുക്കളും അദ്ദേഹത്തിന്റെ സ്വന്തമായി മാറും. ആ ആർട്ടിക്കിളിന്റെ തലക്കെട്ട് അങ്ങനെയായിരുന്നു, നമ്മുടെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം. നമ്മൾ ഒത്തിരി ഓരോ ദിവസവും ഒത്തിരി ചോയ്സസ്, we make a lot of choices. ഒത്തിരി തിരഞ്ഞെടുപ്പ് നടത്താം. അറിഞ്ഞും അറിയാതെയും ഒത്തിരി തീരുമാനങ്ങൾ നമ്മൾ എടുക്കും, ഒത്തിരി തിരഞ്ഞെടുപ്പ് നടത്തും, ഒത്തിരി ചൂസ് ചെയ്യും കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുള്ളപ്പോ എന്തായിരിക്കും നമ്മളും ചൂസ് ചെയ്യുന്നത്? ഓരോ പ്രഭാതവും എഴുന്നേൽക്കുമ്പോ നമ്മുടെ മുമ്പിൽ ഒത്തിരി ചോയ്സ് ഉള്ളപ്പോ, നീ തുടർന്നതെല്ലാം സ്വന്തമെന്ന് ദൈവം നമ്മോട് പറയുമ്പോ, അതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോ എന്തായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഇവിടെ സലോമോനോട് പറയുന്നു, നീ എന്നോട് ചോദിച്ചു കൊടുത്ത നീ ചോദിക്കുന്നത് ഞാൻ തരും. ഓർക്കണം, ഇത് പറയുന്നത് ഒരു മനുഷ്യനല്ല, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും വിളിച്ചു വരുത്തിയവൻ,
എന്ത് ചോദിച്ചാലും കൊടുക്കാൻ കയ്യിലുള്ളവൻ, ധനവും മാനവും പുരാതന സമ്പത്തും കയ്യിലുള്ളവൻ, എന്ത് ചോദിച്ചാലും കൊടുക്കാൻ കയ്യിലുള്ളവൻ പറയുകയാണ്, ask me whatever you want, I will give you. ഇങ്ങനെ ഒരു ഓഫർ നമുക്ക് തരുമ്പോൾ എന്തായിരിക്കും നമുക്ക് ചോദിക്കാറുള്ളത്? നമുക്ക് തിരഞ്ഞെടുക്കാറുള്ളത് എന്താണ്? നമ്മുടെ മുമ്പിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ടാകും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരോടും ദൈവം ചോദിക്കുകയാണ്, എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? നിന്റെ ജീവിതത്തിലെ ആവശ്യം എന്താണ്? ഇന്ന് നമ്മൾ അത് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യും. നമുക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ തിരഞ്ഞെടുപ്പ് ഒരു ചോയ്സ് ആയിട്ടുള്ളപ്പോ ദൈവത്തെയാണോ നാം തിരഞ്ഞെടുക്കുന്നത്? അത് ദൈവത്തിന്റെ കേവലം മറ്റ് അനുഗ്രഹങ്ങളെയാണ്. ഈ സാധാരണ വ്യക്തി പോയി രാജാവിനെ തൊട്ട് രാജാവിനെയും രാജാവിന്റെ സ്വത്തുക്കളെയും സ്വന്തമാക്കിയതുപോലെ നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നാം ഉൾക്കൊണ്ടുകൊണ്ട് നാം തിരഞ്ഞെടുക്കേണ്ടത് ദൈവത്തെ ആയിരിക്കും. ഇവിടെ സലോമോനെ രാജാവാക്കി. താൻ ബാലനാണ്, രാജ്യം ഭരിക്കുവാൻ നല്ല ഒരു കരുത്തില്ല. ദൈവം തന്നോട് ചോദിക്കുകയാണ്, നിനക്ക് കരുത്തില്ല, എനിക്കറിയാം, അസ്മി എന്താ ചെയ്തു തരേണ്ടത്? അപ്പോൾ എന്താണ് സലോമോൻ പറഞ്ഞതെന്നറിയാമോ? അതിന്റെ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോ 10-ാം വാക്യം, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരയണമേ, അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? അപ്പോ ദൈവത്തോട് താൻ ചോദിക്കുകയാണ്, ഞാൻ ബാലനാണ്, വലിയൊരു ദൗത്യം എന്റെ കയ്യിലുണ്ട്, എന്നെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്, ഈ രാജ്യത്തെ നന്നായിട്ട് ഭരിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രജകളെ സെർവ് ചെയ്യാൻ എനിക്ക് ജ്ഞാനം വേണം, വിവേകം വേണം. ഈ ഉത്തരം കേട്ടപ്പോഴേക്കും ദൈവത്തിന് വലിയ പ്രസാദം തോന്നി. സലോമോനോട് ദൈവത്തിന് ഒത്തിരി ഇഷ്ടം തോന്നി. ദൈവം പറഞ്ഞു, അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോ അതിന്റെ 11-ാം വാക്യം, അതിന് ദൈവം സലോമോനോട്, ഇത് നിന്റെ താല്പര്യമായിരിക്കാലും ധനം, സമ്പത്ത്, മാനം, ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസ്സോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാലും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്നാലോചിച്ചു. ദൈവത്തിന് ഒത്തിരി പ്രസാദം. ദൈവം പറഞ്ഞു, നീ ധനം ചോദിച്ചു, നീ മാനം ചോദിച്ചു, അതല്ലെങ്കിൽ നിന്റെ ശത്രുക്കളെല്ലാം കൊന്നൊടുക്കണമെന്ന് നീ ആവശ്യപ്പെട്ടില്ല. എന്ത് ചെയ്ത് ചോദിച്ചാലും ദൈവം കൊടുക്കാൻ സന്നദ്ധനായി നിൽക്കുകയാണ്. അപ്പൊ ഈ റിക്വസ്റ്റിൽ ദൈവം ദൈവത്തിന് പ്രസാദമായി പറയുകയാണ്, ഐ വിൽ ബ്ലസ് യു ഇൻ സച്ച് എ വേ. നിന്നെ പോലെ ജ്ഞാനമുള്ളവൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അതുപോലെ ജ്ഞാനം കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നാം എന്താണോ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവം നമുക്ക് തരും. നാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പ്രിയ മക്കളാണ്, ദൈവത്തിന്റെ അവകാശികളാണ് നമ്മൾ. അവൻ നമ്മുടെ അപ്പനാണ്. എന്ത് ചോദിച്ചാൽ തരാമെന്ന് അരുളി ചെയ്ത ദൈവത്തോട് ഇന്ന് രാത്രി നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ, നമ്മുടെ തിരഞ്ഞെടുപ്പും നമ്മുടെ ചോയ്സും ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്ന കാര്യങ്ങളാകുമ്പോൾ ദൈവം നമുക്കത് തരും. ഇത് യൂത്ത് മീറ്റിംഗ് ആയതുകൊണ്ടും എന്നെ കേൾക്കുന്നത് കൂടുതലും കുഞ്ഞുങ്ങളായതുകൊണ്ടും കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജയിക്കുവാൻ, നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ജയിക്കുവാൻ
നിങ്ങൾക്ക് വേണ്ടത് ജ്ഞാനം, നിങ്ങൾക്ക് വേണ്ടത് ബുദ്ധി, നിങ്ങൾക്ക് വേണ്ടത് വിവേകം. സമ്പത്തും മറ്റു കാര്യങ്ങളെല്ലാം സെക്കൻഡറിയും മറ്റ് കാറ്റഗറിയിലാണ് പോകുന്നത്. എന്നാൽ ദൈവിക ജ്ഞാനം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ മികവുള്ളവരായി മാറും. പഠനത്തിൽ നിങ്ങൾ മിടുക്കരായി മാറും. ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചു കയറും. ഏത് കൊച്ചു കുടിലിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും നിങ്ങൾ ജ്ഞാനമുള്ളവരായി മാറുമ്പോൾ, പഠനത്തിൽ നിങ്ങൾ മിടുക്കരായി മാറുമ്പോൾ നിങ്ങളുടെ ഫലങ്ങൾ മാറും. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ഇന്നുള്ള അവസ്ഥയെ, ഇന്നുള്ള പരിമിതികൾ ഒന്നും നോക്കി നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ പഠിച്ചു മുന്നേറുമ്പോൾ നിങ്ങളുടെ ലെവലുകൾ മാറും. നിങ്ങളായിരിക്കുന്ന നില മാറും. നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. നിങ്ങൾ അറിയാത്ത മേഖലകളിലേക്ക് നിങ്ങളെ പറത്തിവിടും. സലോമോൻ ചോദിച്ചതുപോലെ എത്ര പേര് ഇന്ന് രാത്രിയിൽ ദൈവത്തോട് പറയും, എനിക്ക് പഠിക്കുവാൻ ജ്ഞാനം വേണം, വിവേകം വേണം. പല കുഞ്ഞുങ്ങളുടെയും പ്രശ്നം, പഠിക്കുന്നു മറന്നു പോകുന്നു, ക്ലാസ്സിൽ ഇരിക്കുന്നു പക്ഷെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, അതെന്താണെന്ന് അറിയുന്നില്ല. ജ്ഞാനക്കുറവാണ്, ബുദ്ധി കുറവാണ്, ഓർമ്മശക്തി കുറവാണ്, ടെൻഷൻ കൂടുതലാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ പരിമിതികൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് തുറന്നു പറയുമ്പോൾ ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവത്തിന്റെ പ്രിയമക്കളാകയാൽ നമ്മെ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ചെറുതല്ല, ഒട്ടും ചെറുതല്ല. നമ്മെക്കുറിച്ച് അറിയാത്തവർ നമ്മെ ചെറുതായി കണ്ടേക്കാം. നമ്മെക്കുറിച്ച് നാളെ എന്തായി തീരുമെന്ന് അറിയാത്തവർ നമ്മെ ചെറുതായി കണ്ടേക്കാം. എന്നാൽ നാളെ അറിയുന്ന ഒരു ദൈവം, നാം ആരായി തീരണമെന്ന് മുൻ നിർണയിക്കപ്പെട്ട ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മൾ എന്നിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നാൽ പോരാ, നമ്മുടെ അവസ്ഥകൾ മാറണം. വലിയ ദൗത്യങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്, വലിയ പൊസിഷൻസും പദവികളും നമ്മെ കാത്തിരിപ്പുണ്ട്. എന്നുള്ള അവസ്ഥയിൽ പോയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് അവസരം തന്നിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പഠിച്ച് ഉയരണം, പഠിച്ച് മുന്നേറണം. അതിനെന്താണോ കുറവായിട്ട് നിൽക്കുന്നത്, ജ്ഞാനമാണോ, ബുദ്ധിയാണോ, ഓർമ്മശക്തിയാണോ, ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നിങ്ങൾ യാചിക്കുമ്പോൾ സലോമോനെ അഭിഷേകം ചെയ്തതുപോലെ ഒരു അഭിഷേകം ഇന്ന് രാത്രി നിങ്ങളുടെ മേലെ ദൈവം പകരും. അതിനെ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അപ്പോ ജ്ഞാനം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ എന്താ നിങ്ങൾ കൊതിക്കേണ്ടതെന്ന് അറിയാമോ? യഹോവ ഭക്തി. ദൈവിക ഭക്തിയുള്ളവരായി നമ്മൾ മാറും. ദൈവിക ഭക്തിയുള്ളവരായി മാറി ആ ഭക്തിയെ മുറുകെ പിടിച്ച് പ്രഥമ സ്ഥാനം ദൈവത്തിന് കൈമാറും. ജീവിതത്തിൽ സർവപ്രധാനമായി മുൻഗണന നമ്മുടെ ദൈവത്തിന് കൊടുക്കണം. ഈ സാധുവായ മനുഷ്യൻ പോയി രാജാവിനെ തൊട്ട് രാജാവിനെ സ്വന്തമാക്കിയതുപോലെ അവനറിയാം, രാജാവിനെ സ്വന്തമാക്കിയാൽ രാജാവിനുള്ള സകലത അവൻ്റെതായി മാറും. രാജാവിന്റെ സ്വത്ത് മുഴുവനും, സ്വത്തിനെല്ലാം പോയി കൈതൊട്ടേണ്ട കാര്യമില്ല, രാജാവിനെ തൊട്ടാൽ ബാക്കിയെല്ലാം അവന് കിട്ടും. ഇന്ന് രാത്രിയും വചനം പഠിപ്പിക്കുന്നത് അതാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. നിങ്ങളപ്പോൾ ദൈവത്തിന്റെ ഭക്തിക്ക് വേണ്ടി നിങ്ങൾ കൊതിക്കുന്നു, ദൈവഭക്തരായി നിങ്ങൾ മാറുന്നു. മറ്റൊന്നിനെയും നിങ്ങൾ വണങ്ങാതെ, മറ്റാരെയും ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കാതെ, ഫുൾ ഡിവോഷൻ, ഫുൾ അറ്റൻഷൻ, ഫുൾ ആരാധന ദൈവത്തിന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാവും. ദൈവം നോക്കുന്നതും അതാണ്. നിങ്ങൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? ശ്രദ്ധ കൂടുതൽ ആർക്കാണ് കൊടുക്കുന്നത്? ജീവിതത്തിലെ പ്രയോറിറ്റി എന്താണ്? അപ്പോ ഇതുവരെ നിങ്ങളുടെ ശ്രദ്ധ ആരും മോഷ്ടിച്ചു എന്നെനിക്കറിയത്തില്ല. പഠനത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നത് എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്നും മുതൽ, പ്രത്യേകിച്ചും അധ്യയന വർഷം ആരംഭിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ, we are in the best time of the year. പഠന അധ്യയന വർഷം അവസാനം വന്നിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല.
ആരംഭ സ്റ്റേജിൽ തന്നെ നിങ്ങൾ ഈ പടിപ്പടിയായിട്ട് നിങ്ങൾ മുന്നേറുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതം മാറും. ഈ അധ്യയന വർഷത്തിന്റെ അവസാനം വരുമ്പോൾ ഒരു മഹാസന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അപ്പോൾ ഇന്നും മുതൽ നിങ്ങൾ തീരുമാനിക്കണം, യഹോവ ഭക്തിയുള്ള വ്യക്തിയായി ഞാൻ മാറും. അങ്ങനെ നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് മുഴുവനായി കൊടുക്കുമ്പോൾ, ആ ഭക്തി ദൈവം കാണുമ്പോൾ ദൈവത്തിന് പ്രസാദം തോന്നി ജ്ഞാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കും. നിങ്ങളുടെ ബ്രെയിനെ വർദ്ധിപ്പിക്കാൻ നിമിഷങ്ങൾ മതി. ഒത്തിരി സമയമൊന്നും വേണ്ട. ബ്രെയിൻ ഇവിടെ ഉണ്ട്. എന്നാൽ ദൈവം അതിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുമ്പോൾ സ്റ്റോറേജ് കൂടും, സ്റ്റോറേജ് വർദ്ധിക്കും. ജ്ഞാനം കൊണ്ട് ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്യും. നിങ്ങളുടെ പഠനത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇതെവിടെ നിന്നാ വരുന്നതെന്നറിയാമോ? ടീച്ചേഴ്സിന് തരാൻ സാധ്യമല്ല. പേരൻസ് ആഗ്രഹിക്കും, പേരൻസിന് തരാൻ പറ്റത്തില്ല. എന്നാൽ ഇത് തരുന്ന നമ്മുടെ ദൈവം സ്വർഗ്ഗത്തിലുണ്ട്. ഇന്ന് രാത്രി ദൈവം അതുകൊണ്ട് നമ്മോട് ചോദിക്കുകയാണ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നിനക്ക് എന്താണ് വേണ്ടിയത്? എന്നോട് ചോദിച്ചു. ഒത്തിരി ആവശ്യം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. പുതിയ ബാഗ് ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്തവരുണ്ടാകും. പുതിയ വാട്ടർ ബോട്ടിൽ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്തവരുണ്ടാകും. പല ആവശ്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചു ലഭിച്ചില്ല എന്നുണ്ടാകും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, മാതാപിതാക്കളോട് പുറകെ പോയി നിങ്ങൾ കുസ്തി പിടിക്കാതെ, നടക്കാത്ത നിങ്ങളുടെ സ്വപ്നങ്ങൾ അണയാത്തൊരു തീ പോലെ നിങ്ങളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്വപ്നവുമായി നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, ദൈവത്തോട് നിങ്ങളത് പങ്കുവയ്ക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങൾക്ക് തരും. നമ്മുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ മറികടന്ന് പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഉള്ളു തുറന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവം ഭക്തിയുള്ള വ്യക്തിയായി നിങ്ങൾ വളരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ ഓരോ സ്റ്റാൻഡേർഡിലേക്ക് കയറ്റി വിടുമ്പോൾ വെറുതെ ദൈവം പറഞ്ഞയക്കുകയാണ്. ആ ക്ലാസ്സിലെ ആ അധ്യയന വർഷത്തെ ഡിമാൻഡ് മീറ്റ് ചെയ്യുവാനുള്ള കൃപയും ദൈവം നിങ്ങൾക്ക് തരും. 10ാം ക്ലാസ് വരെ പഠിച്ചതുപോലെ അല്ല 11 അല്ലെങ്കിൽ +2ലേക്ക് പോകുമ്പോൾ വളരെ ഡിമാൻഡിങ് ആണ്. 5ാം ക്ലാസ്സിലും സയൻസ് പഠിച്ചു, ഇപ്പോഴും സയൻസ് പഠിക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിച്ച സയൻസ് അല്ല ഇപ്പൊ പഠിക്കുന്നത്. ഇറ്റ്സ് വെരി ഹാർഡ്. എന്നാൽ ഞാൻ പറയാം, അവിടെയും ദൈവം അതിനെ സരളമാക്കി തരും. എങ്ങനെ? ജ്ഞാനം കൊണ്ട് ദൈവം നിങ്ങൾ നിറയ്ക്കും. ബുദ്ധിയില്ല, ജ്ഞാനമില്ല, അറിവില്ല, എനിക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾ പറയരുത്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പോയി പറയണം, എന്റെ ആവശ്യം ഇതാണ്, എന്റെ സ്ട്രഗിൾ ഇതാണ്, എന്റെ ക്ലാസ്സിൽ എനിക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല, ഞാൻ നന്നായി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും എനിക്കൊരു പടി പോലും മുന്നേറാൻ കഴിയുന്നില്ല. കഴിഞ്ഞ വർഷത്തെ ചരിത്രം ഈ വർഷം ആവർത്തിക്കത്തില്ല. കഴിഞ്ഞ വർഷത്തെ തോൽവി ഈ വർഷം ആവർത്തിക്കത്തില്ല. കഴിഞ്ഞ വർഷം നിങ്ങൾ ആയിരുന്ന പിൻനിരയിലല്ല നിങ്ങൾ ഈ വർഷം ആകാൻ പോകുന്നത്. ഈ പ്രാരംഭഘട്ടത്തിൽ തന്നെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. നിങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ വാട്സപ്പായി അയക്കുക, അല്ലെങ്കിൽ ഈ സന്ദേശത്തിന്റെ താഴെ നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും എഴുതുക. അതിന്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും. ഉറപ്പായിട്ടും ഇന്നും മാത്രമല്ല, വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ഫാസ്റ്റിംഗ് പ്രയർ കൊണ്ട് ചർച്ച, ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോർണറിൽ ഇരുന്ന് ഏത് പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയായാലും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുടെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരു ചോയ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്, ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ദൈവം ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് വേണ്ടിയത്? വാട്ടർ ബോട്ടിൽ വേണം, ബുക്ക് വേണം, ടെക്സ്റ്റ് ബുക്ക് വേണം, പൈസ വേണം, കാർ വേണം, ബൈക്ക് വേണം, ബൈസിക്കിൾ വേണം, അതെല്ലാം ആവശ്യമാണ്. എന്നാൽ രാജാവിനെ തിരഞ്ഞെടുത്തതുപോലെ, സലോമോൻ ജ്ഞാനം ചോദിച്ചതുപോലെ ദൈവത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുമ്പോൾ, അതിനെ പറയുന്നു, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ
ഒക്കെയും സകലതും നൽകും. പിടിക്കേണ്ട ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങളെ പിന്തുടരും. അപ്പൊ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പഠനത്തിൽ ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുക്കുക. ദൈവഭക്തിയുള്ളവരായി നിങ്ങൾ മാറുക. കഴിഞ്ഞ 10-15 ദിവസമായി സ്കൂൾ തുറന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ആരംഭത്തിൽ തന്നെ നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് നിങ്ങളുടെ ബുദ്ധിക്ക് മാന്യം കൊണ്ടിടുവാൻ തക്കവണ്ണം നിങ്ങളുടെ അറ്റൻഷനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുവെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അതിനോട് വിട പറയണം. കൂട്ടുകെട്ടാകാം, കളിയാകാം, തമാശയാകാം, വാട്സപ്പ് ആകാം, സോഷ്യൽ മീഡിയ ആകാം. എന്താണോ ദൈവിക ജ്ഞാനത്തിൽ നിന്ന് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ബോധപൂർവം ഇന്ന് രാത്രി നിങ്ങൾ അതിനോട് വിട പറയണം. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊപ്പം നിങ്ങളും ശ്രമിച്ചെങ്കിലേ ഉയരങ്ങളിൽ എത്താൻ പറ്റും. ദൈവം ആഗ്രഹിക്കുന്നത് പരാജയമല്ല, ഒരു ജയം. ഇന്ന് രാത്രി ആ ജയം ദൈവം നിങ്ങൾക്ക് തരും. ഈ വർഷം നിങ്ങൾക്ക് തരും. ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം നമ്മുടെ കണ്ണടച്ച് താങ്ക് യു ജീസസ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുത്ത് പിടിച്ചിരുത്തി ആ കുഞ്ഞുങ്ങളുടെ മേലൊന്ന് കരം വെച്ച് ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവിക സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ മേലുണ്ടെന്ന് പറയും. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വലിയ വാച്യമുണ്ട്, എനിക്ക് പഠിക്കണം, എനിക്ക് ഉയരണം. എന്നാൽ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തെ തടയിടുന്ന, ഇല്ലാതാക്കുന്ന വ്യക്തികളും ശക്തികളും കടന്നു വരാം. ഇന്ന് രാത്രി ദൈവം തടസ്സങ്ങളെ എടുത്തു മാറ്റും. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ഇന്ന് രാത്രി ദൈവം തരും. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രാധാന്യമാണ്. മറ്റാരുടെയും ഇഷ്ടപ്രകാരം നിങ്ങൾ പോകുവാനല്ല, മറ്റാരുടെയോ നിങ്ങളുടെ പുറകിൽ നിന്ന് ചരട് പിടിച്ച് വലിക്കുവാനല്ല. ഇന്ന് രാത്രി നിങ്ങൾ സ്വതന്ത്രമായി ദൈവത്തിന് വിട്ടുകൊടുത്തോട് പറയണം, എനിക്ക് മുന്നേറുവാൻ ഞാൻ ആഗ്രഹിക്കും, ഞാൻ മുന്നേറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവിന്റെ മാതാവിന്റെ പ്രേരണയിലോ നിർബന്ധത്വമല്ല എന്റെ തിരഞ്ഞെടുപ്പ്. എനിക്ക് വളരണം, എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം, എനിക്ക് വിജയിക്കണം, എനിക്ക് ഒന്നാമനാകണം. നിങ്ങളുടെ തീരുമാനമാണ്. ഇന്ന് രാത്രി തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾ ഈ വർഷം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സ്വപ്നം കാണുക, ഒരു തിരഞ്ഞെടുപ്പിന്റെ രാത്രി നടത്തുക. ദൈവത്തോട് പറയുക, ഈ വർഷം അവസാനിക്കും അല്ലെങ്കിൽ ഈ സെമസ്റ്റർ അവസാനിക്കുമ്പോൾ എനിക്ക് 90% ഓഫ് മാർക്ക് എനിക്ക് വേണം. അതല്ല 95% ഓഫ് മാർക്ക് വേണം. അതല്ല 85% ഓഫ് മാർക്ക് വേണം. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സംഭവിക്കും. വൈകിപ്പോയിട്ടില്ല. നമ്മൾ ഈ ആരംഭഘട്ടത്തിൽ തന്നെ നിങ്ങളുടെ ആവശ്യം ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞ് choose what you want. God says I will bless you. നമ്മുടെ തിരഞ്ഞെടുപ്പ് അനുസരിച്ച്, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം സന്നദ്ധനായി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. എനിക്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ച് നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ കൊടുത്തേ. ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഏതൊക്കെയോ ശക്തികൾ നിങ്ങളെ വിട്ടുമാറുകയാണ്. നിങ്ങളെ ബുദ്ധിമണ്ഡലങ്ങളെ ബന്ധിച്ചിരുന്ന ശക്തികൾ ഇന്ന് രാത്രി തീ പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുമ്പോൾ നിങ്ങളെ ദൈവം മോചിപ്പിക്കുകയാണ്. വലിയൊരു ശുഭയാത്രയ്ക്ക് വേണ്ടി നിങ്ങളുടെ അക്കാഡമിക് ഇയറിൽ നിങ്ങളുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യുവാൻ, ചില സ്ഥാനങ്ങളിൽ നിങ്ങൾ എത്തുവാൻ ഇന്ന് രാത്രി ദൈവം വഴികൾ അതിനു വേണ്ടി തുറക്കുകയാണ്. ചില സ്പിരിറ്റിനെ ദൈവം എടുത്തു മാറ്റുകയാണ്. താങ്ക് യു ലോർഡ്. ഇന്ന് രാത്രി സ്വർഗീയ പിതാവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സലോമോനെ ജ്ഞാനം കൊണ്ട് അഭിഷേകം ചെയ്തതുപോലെ ഇന്ന് രാത്രി ഒരു ദൈവിക ജ്ഞാനം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നിറയ്ക്കേണ്ടതിന് അടിയൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പഠനത്തിന്റെ ലെവലിൽ, വിവിധ ലെവലിൽ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഏറ്റവും ബോട്ടത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അല്പം മിഡിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഏത് താഴെ തട്ടിൽ നിന്നും ഉയർത്തുന്ന ഒരു ദൈവമേ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ.
ജ്ഞാനം കൊണ്ട് ദൈവം അവരെ നിറയ്ക്കും, അഭിഷേകം കൊണ്ട് അവരെ നിറയ്ക്കും. പഠനത്തിൽ അവർ മിടുക്കരായി, അവരുടെ വഴിത്താരയിൽ പതിയിരുന്നു കൊണ്ട് അവരുടെ ശ്രദ്ധയെ തെറ്റിക്കുന്ന മറ്റു കാര്യങ്ങളിലേക്ക് അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ ഡിസ്ട്രാക്ഷനെയും ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം അവരുടെ മേൽ വെളിപ്പെടട്ടെ. മാതാവിനും പിതാവിനും ഈ കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ഭാവിയെ നോക്കി കർത്താവെ പുഞ്ചിരിക്കുന്നവരാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ അവരുടെ തിരഞ്ഞെടുപ്പ് ഇന്ന് രാത്രി പ്രാധാന്യം അർഹിക്കുന്നതായാൽ ദൈവികമായ തിരഞ്ഞെടുപ്പുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന് അവർ പ്രാധാന്യം നൽകട്ടെ. ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ഓരോ ദിവസവും ഈ കുഞ്ഞുങ്ങൾ മുന്നേറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് രാത്രി ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒരു വൃക്ഷം തഴച്ചു വളരുന്നത് പോലെ ഈ കുഞ്ഞുങ്ങളെല്ലാം തഴച്ചു വളരുവാൻ, മുരടിപ്പുകളെല്ലാം മാറി ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഈ കുഞ്ഞുങ്ങൾ വളരുവാൻ, ദൈവ വചനത്തിൽ വേരൂന്നി ഇതിൽ അധിഷ്ഠിതമായി ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ, അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പേരെടുക്കുന്നവരായി തീരുവാൻ, റെക്കോർഡ് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ മുഖാന്തരം മാതാപിതാക്കൾ സന്തോഷിക്കട്ടെ, സഭ സന്തോഷിക്കട്ടെ, സ്ഥാപനങ്ങൾക്ക് അവർ അനുഗ്രഹമായി തീരട്ടെ. ദൈവകൃപയിൽ കർത്താവ് ഒരു പൊതി സകല മഹത്വം അംഗീകരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. പ്രത്യേകിച്ചും നാളെ നമ്മുടെ ചർച്ചയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ മുന്നേറാൻ കഴിയാത്ത വിഷയങ്ങൾ അവൻ എഴുതുക, അറിയിക്കുക, പ്രാർത്ഥിക്കുക. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം, കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം. എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഇതേ സമയം കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.